കൃത്യമായി തന്നെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് നടപ്പിലാക്കാൻ വേണ്ടിയുള്ളതാണ്. ബാക്കി രണ്ടും കബളിപ്പിക്കലാണ്. ബിജെപിക്ക് എന്തായാലും അധികാരത്തിൽ വരാൻ പറ്റില്ല. പക്ഷേ ഇലക്ഷൻ അല്ലാതെ തന്നെ 5 ഗ്യാരണ്ടീസ് മഹിളാ വനിതകൾക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതില് KSRTC യാത്ര കർണാടക ഗവൺമെന്റിന്റെ ചെയ്യുന്നത് വളരെയധികം സക്സസ് ആയിട്ട്. അപ്പൊ കേരള പ്രകടന പത്രിക വന്നിരിക്കുന്നത് അതിൽ ആരാണ് മികച്ചതെന്ന് തോന്നുന്നത്? നമ്മള് പ്രകടന പത്രികകൾ നിരന്തരം ഇലക്ഷൻ സമയത്ത് കാണുന്നതാണ്. 10 വർഷം മുമ്പ് ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രികയും നമ്മൾ കണ്ടു. 10 വർഷത്തിനിപ്പുറം ആ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള എന്തെല്ലാമാണ് ഇവിടെ നടപ്പിലാക്കിയതെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. UDF പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ മികച്ചതായിട്ടുള്ള 5 കാര്യങ്ങളുണ്ട് ഇന്ദിരാ ഗ്യാരണ്ടി ആയിട്ടുള്ളത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും അടക്കമുള്ള സമൂഹത്തിന് ഗുണകരമാകുന്ന ഒരുപാട് പദ്ധതികളാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. നമുക്ക് നാളുകളിൽ നമ്മുടെ തലമുറകൾക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ സമാധാന അന്തരീക്ഷം വേണം. അതിനുതകുന്ന രീതിയിലുള്ള ആളുകളെയാണ് നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ 10 വർഷം മുമ്പുള്ള ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രികയിൽ ഉള്ള കാര്യങ്ങൾ ഒന്നുകൂടി പരിശോധിക്കേണ്ടതാണ് എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയുന്നത്. തീർച്ചയായും സ്ത്രീകൾക്ക് അനുകൂലമായ കാര്യങ്ങളാണ് പ്രകടന പത്രിക ഉള്ളത്. പ്രത്യേകിച്ച് നമ്മളുടെ യാത്രാ സൗകര്യം, KSRTCയിൽ ഉൾപ്പെടെയുള്ള യാത്രാ സൗകര്യത്തെ കുറിച്ച്, സൗജന്യ യാത്ര, അതുപോലെ തന്നെ യുവജനങ്ങളെ ഈ നാട്ടിൽ തന്നെ നിലനിർത്തുന്നതിന് ആവശ്യമായ സൗകര്യങ്ങൾ, പിന്നെ ഒരുപാട് പ്രതീക്ഷയുള്ള നമ്മുടെ വാർദ്ധക്യ സഹജമായ ആളുകൾക്ക് പരിരക്ഷ നൽകുന്ന പ്രത്യേക വകുപ്പ്, അതൊക്കെ എടുത്തു പറയാൻ പറ്റുന്ന പദ്ധതികളാണ്. തീർച്ചയായും UDF തന്നെ വരണം, ഇല്ലെങ്കിൽ നാട് കുട്ടിച്ചോറാകും. തീർച്ചയായും ഉണ്ടാവും. പ്രകടന പത്രിക അല്ല, 3 പാർട്ടിയുടെ പ്രകടന പത്രിക പുറത്തു വന്നിരിക്കുന്നു. അത് ആരാണ് മുൻതൂക്കം തോന്നുന്നത്? BJP ഏതായാലും ഇവിടെ നടക്കാൻ പോകാത്ത കാര്യമാണ്. CPM-നെ സംബന്ധിച്ച് CPM കഴിഞ്ഞ 5 വർഷം മുമ്പ് പ്രകടന പത്രിക ഇറക്കി 1600 2000 ആക്കുന്നുള്ളത്. ഈ പെൻഷൻ, സാമൂഹ്യക്ഷേമ പെൻഷൻ 2000 ആക്കിയത് ഈ ഇലക്ഷന് തൊട്ട് മുമ്പാണ്. വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിക്കൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന പരിപാടി. നേരത്തെ കിറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞു. എല്ലാ മാസവും ഗവൺമെന്റ് അധികാരത്തിലേറെ കിറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞു. ഈ 5 വർഷക്കാലം ആ തുടക്കത്തിൽ 2 3 കിറ്റ് കൊടുത്തു. ഇതുവരെയും പിന്നെ കിറ്റ് കൊടുത്തിട്ടില്ല. അപ്പൊ ഇതൊരു കബളിപ്പിക്കൽ നാടകമാണ്. പക്ഷെ UDF-ന്റെ പ്രകടന പത്രികയെ സംബന്ധിച്ചിടത്തോളം UDF എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് നടപ്പിലാക്കാൻ വേണ്ടി തന്നെ പറഞ്ഞതാ. കാരണം നമ്മള് കർണാടകയിൽ ഇലക്ഷനെ നേരിടുമ്പോൾ അവിടെ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചു, തെലങ്കാനയിൽ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചു, ഹിമാചൽ പ്രദേശിൽ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചു. കോൺഗ്രസിന്റെ ഗവൺമെന്റ് വന്നപ്പം ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ തീരുമാനമെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കി. UDF-ന്റെ പ്രകടന പത്രികയ്ക്ക് മുമ്പ് തന്നെ 5 ഗ്യാരണ്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന സംഭവങ്ങൾ, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. നമ്മൾ തൊട്ടടുത്ത കർണാടകയിൽ സൗജന്യമായിട്ടാണ് സ്ത്രീകൾ യാത്ര ചെയ്യുന്നത്. അത് കേരളത്തിൽ ആവിഷ്കരിക്കും. അതേപോലെ പെൺകുട്ടികൾക്ക് സ്റ്റൈഫൻഡ് ആയിട്ട് 1000 രൂപ. ഗവൺമെന്റ് സംബന്ധിച്ച് ബാധ്യതയുള്ള പ്രശ്നങ്ങളല്ല. ഗവൺമെന്റിന്റെ ഫണ്ട് കണ്ടെത്താൻ പറ്റുമെങ്കിൽ, നല്ലൊരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കൈകാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ പറയുന്ന സംഗതികളൊക്കെ വളരെ സിമ്പിളായി നടത്താൻ വേണ്ടി പറ്റും. അതേപോലെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് 25 ലക്ഷം രൂപ കവറേജ് ആണ് UDF ഗവൺമെന്റ് വന്നാൽ ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ പെൻഷൻ 3000 രൂപയാക്കും. ഞങ്ങൾ പ്രഖ്യാപിച്ച 6 ഗ്യാരണ്ടിയും കൃത്യമായി തന്നെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് നടപ്പിലാക്കാൻ വേണ്ടിയുള്ളതാണ്. ബാക്കി രണ്ടും കബളിപ്പിക്കലാണ്. BJPക്ക് എന്തായാലും അധികാരത്തിൽ വരാൻ പറ്റില്ല. പക്ഷേ ഇലക്ഷൻ സംബന്ധിച്ച് അവർ വെറുതെ ഒരു മാനിഫെസ്റ്റോ, നേരത്തെ ഒന്നും തരാത്ത സാധനങ്ങളൊക്കെ ഇപ്പൊ തരാന്ന് പറഞ്ഞിട്ടാണ് ഇലക്ഷനെ നേരിടുന്നത്. കേന്ദ്രത്തിൽ ഈ BJPയെ സംബന്ധിച്ചിടത്തോളം ഭരണമുണ്ട്. 2 ടൈം, മൂന്നാമത്തെ ടൈം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന് എയിംസ് തന്നിട്ടില്ല. വയനാടിന് ദുരന്തബാധിതരെ സഹായിക്കാൻ പോലും കരുണ കാണിക്കാത്ത ഒരു പ്രധാനമന്ത്രിയുടെ പാർട്ടി പ്രഖ്യാപിക്കുന്ന പ്രകടന പത്രികക്ക് ഒരു അടിസ്ഥാനവുമില്ല. ദുരന്തബാധിതരെ കണ്ട് താലോലിച്ചു പോയതല്ലാതെ ദുരന്തബാധിതർക്ക് വേണ്ടി കൃത്യമായ ഒരു ഫണ്ടും കേന്ദ്രത്തിൽ നിന്ന് കൊടുത്തിട്ടില്ല. അപ്പം BJPയെ സംബന്ധിച്ചിടത്തോളം അതൊരു പൊറാട്ട് നാടകം മാത്രമാണ്. പിന്നെ CPM കഴിഞ്ഞ മാനിഫെസ്റ്റോ നടപ്പിലാക്കുമ്പോൾ ജനങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ കിട്ടേണ്ട ഒരാനുകൂല്യവും കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. എലക്ഷൻ ലക്ഷ്യമാക്കി, വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമാക്കിയാണ് ഈ പെൻഷൻ അടക്കമുള്ള സംഭവം ചെറിയ രീതിയിലെങ്കിലും ജനങ്ങൾക്ക് കിട്ടി തുടങ്ങിയത്. LDF 100%. ജനങ്ങൾ മടുത്തിരിക്കുക. ഒരു ദുരന്ത ഭരണമാണ് കേരളത്തില് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട്. പിന്നെ ഏറ്റവും കൂടുതൽ നിയമം നടപ്പിലാക്കേണ്ട നിയമപാലകരായ പോലീസുകൾ തന്നെ ക്രിമിനലായി മാറിയിട്ടുള്ള ഏതെങ്കിലും ഒരു കാലഘട്ടത്തിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? പോലീസ് സ്റ്റേഷനിലേക്ക് പോയ ക്രൂരമായി ആക്രമിക്കുക, ക്യാമറ ഇല്ലാത്ത ഇടിറൂം സൃഷ്ടിക്കുക, എന്തൊക്കെയാണ് നിയമ സംവിധാനം ആകെ പാടെ തകർന്നു കിടക്കുന്ന അവസ്ഥയല്ലേ?
UDF തീർച്ചയായും UDF മാത്രമാണ് ജനങ്ങളെ കൃത്യമായി സേവിക്കാൻ പറ്റുന്നുള്ള ബോധ്യം ജനങ്ങൾക്കുണ്ട്. 2 ടേം ഇടതുപക്ഷത്തിന് കൊടുത്തു നോക്കി, എന്ത് കിട്ടി ജനങ്ങൾക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു ഭരണം ലഭ്യമാണെങ്കിൽ അത് UDF സാധിക്കും എന്നുള്ള കൃത്യമായ ബോധ്യം ജനങ്ങൾക്കുണ്ട്. കൃത്യമായ വിധിയെഴുത്ത് മെയ് 4 കോൺഗ്രസ് UDF 100-ലധികം സീറ്റ് നേടിക്കൊണ്ട് മികച്ച ഭൂരിപക്ഷത്തോടു കൂടി സർക്കാർ ഉണ്ടാക്കുന്ന കാര്യത്തിൽ സംശയം എന്താ? UDF തന്നെ വളരെ കൃത്യമായ കാര്യങ്ങൾ UDF പറഞ്ഞു. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടം വയോജനങ്ങൾ ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടത്തില് വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക വകുപ്പ് തന്നെ നിശ്ചയിച്ചിരിക്കുന്നു. മെഡിക്കൽ ഇൻഷുറൻസിന്റെ കാര്യം വന്നിരിക്കുന്നു. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? യുവജനങ്ങളെല്ലാം നാട് വിട്ടുപോകുന്നു. അവർക്ക് എന്തെങ്കിലും സംരംഭം തുടങ്ങാൻ 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ കൊടുക്കാന്നുള്ള പദ്ധതിയുണ്ട്. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? ഒരു നാടിന്റെ നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഇതിൽ വന്നിട്ടുണ്ട്, ഗ്യാരണ്ടിയിൽ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാവണല്ലോ. ഇത് കുറെ പോസ്റ്റർ അങ്ങ് മുതൽ തിരുവനന്തപുരം മുതൽ അങ്ങ് കന്യാകുമാരി വരെ, സോറി കാസർഗോഡ് വരെ വെക്കുന്ന നല്ല വികസനം. തീർച്ചയായിട്ടും നടപ്പിലാക്കും. പണ്ട് എന്താ നമ്മള് തൊഴിലുറപ്പ് വന്ന സമയത്ത് ആളുകളൊക്കെ ചോദിച്ചില്ല ഇത് എങ്ങനെ നടപ്പിലാക്കും, എത്ര കോടി വേണം, തൊഴിലുറപ്പ് എങ്ങനെ നടപ്പിലാക്കും എന്ന് ചോദിച്ചില്ലേ? വളരെ ഈസി ആയിട്ട് നടപ്പിലാക്കുന്നില്ലേ? അത് കൃത്യമായി നടപ്പിലാക്കുന്നില്ലേ? ജനങ്ങൾക്ക് അതിന്റെ ഉപകാരം ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾക്ക് എത്തുന്നില്ലേ? സാധാരണക്കാരായ സ്ത്രീകളാണ് ഫ്രീ ആയി ബസ്സിൽ KSRTC ബസ്സിൽ പോകുന്നത്, അല്ലാതെ ഹൈ ക്ലാസ്സുകാരല്ല. അവരെ ഉദ്ദേശിച്ചുള്ളതുമല്ല. അവർക്കൊക്കെ സ്വന്തം വാഹനങ്ങളുണ്ട്. തീർച്ചയായും സംശയം എന്താ? UDF വരണം. അത് ജനങ്ങളുടെ ആവശ്യമാണ്. ഉപകാരപ്പെടും. എന്തായാലും ഈ പ്രകടന പത്രിക നടപ്പിലാക്കാനുള്ളതാണ്. എന്തായാലും നടപ്പിലാവും. ഉപകാരപ്രദമാണ്. അതിൽ സ്ത്രീകൾക്ക് സൗജന്യ KSRTC യാത്ര അതൊക്കെ അനുഭവിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ 3 പാർട്ടിയുടെ പ്രകടന പത്രിക വെച്ച് ആരാണ് മികച്ചത് തോന്നുന്നത്? UDFന്റെ. UDFന് ഇനിയും സ്ത്രീകൾക്ക് സൗജന്യ യാത്രയുണ്ട്, ക്ഷേമ പെൻഷൻ ഉണ്ട്, 3000 രൂപയാക്കും, ബിഷപ്പ് രഹിത കേരളമാക്കും. തീർച്ചയായിട്ടും UDFന് വരും. കൂടുതൽ സാധ്യത UDFനാണ്. തീർച്ചയായും നടപ്പാക്കും. 3 പാർട്ടിയുടെ പ്രകടന പത്രിക വന്നിട്ടുണ്ട്. അതിൽ ആരാണ് മികച്ചതെന്ന് തോന്നുന്നത്? അത് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ തന്നെ പ്രകടന പത്രിക എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മളിപ്പം പ്രകടന പത്രിക അല്ലാതെ തന്നെ 5 ഗ്യാരണ്ടീസ് എന്ന് പറഞ്ഞിട്ട് വനിതകൾക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതില് KSRTC യാത്ര കർണാടക ഗവൺമെന്റിന്റെ ചെയ്യുന്നത് വളരെയധികം സക്സസ് ആയിട്ട്. അപ്പൊ കേരള ഗവൺമെന്റ് UDF അധികാരത്തിൽ വരികയാണ്, അത് നിർബന്ധമായിട്ട് നടത്തും. അത് നമ്മൾ പറയുന്ന വനിതകൾക്ക് ഉണ്ടാവില്ല. ഞങ്ങളെല്ലാം വിശ്വാസം UDF തന്നെ കൊണ്ടുപോകും ഇപ്രാവശ്യം. അത് മാനന്തവാടി ഉഷാവിക്കാൻ തന്നെ ചെയ്യും. 3 പാർട്ടിയുടെ പ്രകടന പത്രിക വന്നിരിക്കുന്നു. ആരാണ് മികച്ചതെന്ന് തോന്നുന്നത്? അതില് ഞാൻ പഠിച്ചപ്പോ മികച്ചതായി തോന്നുന്നത് UDFന്റെ പത്രികയാണ്. അതായത് 25 ലക്ഷമാണ് പിന്നെ ഉമ്മൻചാണ്ടി ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ട് ഉമ്മൻചാണ്ടിയുടെ പേരിൽ കൊടുക്കുന്ന ഇൻഷൂർ 25 ലക്ഷം. അത് ഒരു ഗവൺമെന്റിന് പ്രഖ്യാപിക്കാൻ കഴിയാത്തതാണ്. അതുപോലെ പിന്നെ ബസ് യാത്ര, സ്ത്രീകൾക്കുള്ള ബസ് യാത്ര പിന്നെ കോൺഗ്രസ് കർണാടകയില് പരീക്ഷിച്ചിട്ട് വിജയിച്ച കാര്യമാണ്. അപ്പൊ അത് രാഹുൽ ഗാന്ധിയാണ് പറഞ്ഞത്. അതുകൊണ്ട് CPM ഇടതുപക്ഷം നടപ്പാവില്ല എന്ന് പറഞ്ഞാലും ഈ രാഹുൽ ഗാന്ധി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടപ്പാവുക തന്നെ ചെയ്യും. ഇതുപോലെ തന്നെ വാരിക്കോരി പറയുന്നുണ്ട്. അല്ല, പക്ഷേ ഞങ്ങളെ പ്രകടന പത്രിക ഞങ്ങൾ കർണാടകത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി പറഞ്ഞ അവര് 10 വർഷമായി ഭരിക്കുന്നു, ഇതുവരെ അവര് പറഞ്ഞ ഒരു കാര്യങ്ങളും നടപ്പാക്കിയിട്ടില്ല. പ്രകടന പത്രിക ഒന്നും വേണ്ട. ഏകാധിപത്യവും ജനാധിപത്യമായിട്ടില്ല പോരാട്ടം ഇത്. കാരണം നമ്മളെ മുഖ്യമന്ത്രി, ഇന്ന് നിലവിലുള്ള മുഖ്യമന്ത്രിയോട് എന്ത് ചോദിച്ചാലും എന്താ പറയും, ഒരു പാർട്ടി സെക്രട്ടറിന്റെ ലെവലിലാണ് പറയാം. അതുകൊണ്ട് നമ്മൾ വരാൻ പോകുന്ന ഏത് മുഖ്യമന്ത്രി ആയാലും ഉമ്മൻചാണ്ടിന്റെ മാതൃകയായിരിക്കുണ്ടാകുക. ഉമ്മൻചാണ്ടി ജനങ്ങളോട് എങ്ങനെയാണോ പെരുമാറിയത് അതേമാതിരി പെരുമാറുന്ന ഒരു മനുഷ്യൻ ഇന്നിടെ വരേണ്ടതായിരിക്കും. എന്തോ കാരണത്താൽ ഇതായി ഷാഫി പറമ്പിൽ നമ്മുടെ നേതാക്കന്മാർ എന്ന് വെച്ചാൽ ഒന്നിനൊന്ന് മെച്ചാണ്. ഇത് കുറെ ഗുണ്ടാ സ്റ്റൈല്, ഇതന്നെ ജനങ്ങൾക്ക് മടുപ്പ് വന്നിന്. ജനങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന അതാണ്.
ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെ പെരുമാറണമെന്ന് ഇവര് കത്തിയും ചെയ്യും ബാളിന്റെ അടിയിലേക്ക് കൂടി വന്നിട്ട് ഇത് ജനങ്ങളോട് പറഞ്ഞിട്ടെന്താ? യുഡിഎഫ് കേരളത്തിൽ വരുമോ? ഉറപ്പല്ലേ? ഇപ്പൊ ആ സർവേ അല്ലെന്ന് വെച്ചാൽ തട്ടിക്കൂട്ട് സർവേയാ. എന്തായാലും 100-നടുത്ത് 85-ന്റെ മേലെ സീറ്റില് വിജയിക്കും. നല്ലൊരു ഭരണം ഉണ്ടാവും. കേരളത്തിന്റെ ജനങ്ങൾക്ക് ഏറ്റവും നന്മ പ്രകടന പത്രിക നടപ്പാക്കുകയും ചെയ്യും. നല്ല ഒരു സമാധാനത്തോടെ കേരളത്തിൽ ജീവിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാവും. പ്രകടന പത്രിക വന്നു, അത് ആരുതാണ് മികച്ചതെന്ന് തോന്നുന്നത്? ഒരു സംശയമില്ല, UDF-ന്റെ പ്രകടന പത്രിക തന്നെ ഒരു ജനപക്ഷത്ത് ചേർന്ന് നിൽക്കുന്ന പ്രകടന പത്രികയാണ് UDF-ൻ്റെത്. പിന്നെ 5 ഗ്യാരണ്ടി ഉണ്ടല്ലോ, അത് കേരളത്തിന്റെ വിഷയങ്ങൾ അറിഞ്ഞ് കേരളത്തിന്റെ ഹൃദയം തൊടുന്ന ഒരു 5 ഗ്യാരണ്ടികളാണ്. അത് തന്നെ മതി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു മേന്മ ഈ തെരഞ്ഞെടുപ്പിൽ വിളിച്ചറിയുന്നത്. 100%. അതിലെന്താണ് സംശയം? അതിൽ നടപ്പിലാക്കാൻ പറ്റാത്ത പദ്ധതി ഏതാണുള്ളത്? എല്ലാം മോഡലുകളുണ്ട്. അത് 100% നടപ്പിലാക്കാൻ പറ്റുന്ന പദ്ധതികളാണ്. സൗജന്യ KSRTC നല്ലതല്ലേ? സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെടുത്തി സ്ത്രീകളെ ബഹുമാനിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. രണ്ടാമത്തെ കാര്യം, സ്ത്രീകളുടെ നമ്മളെ നാട്ടിൽ വിതരണം ചെയ്യുന്ന വിഭവങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനം ആർക്ക് അത് വിതരണം ചെയ്യുന്നു എന്നുള്ളത്. കൂടുതൽ ക്രയശേഷിയുള്ളവരായിട്ട് സ്ത്രീകൾ മാറും. അവർക്ക് കിട്ടുന്ന വലിയൊരു അംഗീകാരമാണ്. അവർക്ക് നല്ലൊരു പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും. ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു തീരുമാനമാണ്. ആർക്കും കൊടുക്കാൻ പറ്റാത്ത, എന്നാൽ UDF-ന് മാത്രം കൊടുക്കാൻ പറ്റാവുന്ന ഒരു തീരുമാനമാണ്. 100%. LDF എന്ന് പറയുന്നത് ഇപ്പൊ ഒരു അധികാര കേന്ദ്രം, അധികാരത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഏതാ ഇവിടെ നടക്കുന്നത്? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എല്ലാവർക്കും 60 കഴിഞ്ഞ് എല്ലാവർക്കും പെൻഷൻ കൊടുത്തു. ഇപ്പോ എങ്ങനെ പെൻഷൻ കൊടുക്കാതിരിക്കാം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കി ആളുകളെ കുറച്ച് വന്നിട്ടല്ലേ കൊടുക്കുന്നത്. UDF വന്ന 3000 രൂപയാണ് പെൻഷൻ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോ ഒരു ജനപക്ഷത്ത് നിന്ന് ഒരു തീരുമാനം എടുത്തില്ല. കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളാണ് മൊത്തത്തിൽ ഇടതുപക്ഷത്തിന് കഴിഞ്ഞ 10 വർഷം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഈ സിനിമാ സ്റ്റൈലിൽ കൂറ്റും ഫ്ലെക്സുകൾ, റീൽസുകൾ ഒരു പരസ്യ കമ്പനിയായിട്ട് അധപ്പതിച്ചിട്ടുണ്ട് നിലവിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ്. ഇപ്പൊ പരസ്യമാണ് കൊടുക്കുന്നത്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, ഗീബൽസിയൻ സിദ്ധാന്തം, എല്ലാവരോടും നുണ പറയാ, നുണ ശരിയാണെന്ന് വ്യക്തിത്വം. അതാണ് പ്രചരണം നന്നായിട്ട് LDF-ന് ഉണ്ടായിട്ടുള്ളത്. 100%. 100 സീറ്റ് മേലെ നേടിയിട്ട് ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ. തീർച്ചയായും UDF-ന്റെ പ്രകടന പത്രികയാണ് വളരെ കൃത്യമായി സാധാരണക്കാരുടെ വിഷയങ്ങൾ അഡ്രസ് ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു പ്രകടന പത്രികയായി തോന്നുന്നത്. ഇവിടുത്തെ ഭരണമുന്നണിയെ സംബന്ധിച്ചിടത്തോളം പ്രകടന പത്രിക ഇറക്കുന്നതിൽ തന്നെ പ്രസക്തിയില്ല. കാരണം 10 വർഷം തുടർ ഭരണം കിട്ടിയിട്ട് പോലും ചെയ്യാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ, സാധാരണക്കാരുടെ ഇഷ്യൂസ് അവർക്ക് പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ UDF-ന്റെ പ്രകടന പത്രികയാണ് ജനങ്ങൾക്ക് സ്വീകാര്യമായി തോന്നുന്നത്. 5 ഗ്യാരണ്ടികളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് നടപ്പാക്കാൻ തോന്നുന്നുണ്ടോ? തീർച്ചയായും ഗ്യാരണ്ടികൾ തീർച്ചയായും അയൽ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണമുന്നണികൾ നടപ്പാക്കിയതാണ്. അപ്പൊ തീർച്ചയായും കേരളത്തിലും അത് നടപ്പിലാക്കുമെന്ന് തന്നെയാണ്. ഇപ്രാവശ്യം എന്തായാലും LDF-ന് ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്നാണ്? ഒരിക്കലും ഉണ്ടാവില്ല. ജനങ്ങൾ മടുത്തിരിക്കുകയാണ്. ജനങ്ങളുടെ കൃത്യമായിട്ടുള്ള ഈ 10 വർഷത്തെ ഭരണത്തിന്റെ ഒരു വിലയിരുത്തൽ ഇതിനുണ്ടാവും. തീർച്ചയായും UDF മുന്നണി അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പിണറായിയുടെ ഏകാധിപത്യ സ്വഭാവം അത് തിരിച്ചടി ആവുമോ? തീർച്ചയായും ഒരാളിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു സംവിധാനമായി ഒരു ഭരണമുന്നണി മാറിയിരിക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ലീഡേഴ്സും അതിനനുസരിച്ച് നേതൃത്വം നൽകാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള ഒരു ലീഡർഷിപ്പ് തന്നെയുണ്ട്. അപ്പൊ തീർച്ചയായും പിണറായി വിജയൻ എന്ന ഏകാധിപതിക്കെതിരെയുള്ള ഒരു ജനവിധി തന്നെയായിരിക്കും വരാൻ പോകുന്നത്.